അല്പസമയ വാർത്തകൾ വായിക്കുന്നത് ഞാനാണ്. പ്രധാന വാർത്തകൾ. ഇന്ന് രാവിലെ 6:30 ദേളി വഴി ചെമ്പരിക്കയിലേക്ക് പുറപ്പെടേണ്ട 3 മണൽ ലോറി സർവീസ് നടത്തിയില്ല. ഇന്ന് രാത്രി 11 മണി മുതൽ നാളെ രാവിലെ 8 മണി വരെ കടകമ്പോളങ്ങൾ തുറന്ന് പ്രവർത്തിക്കുന്നതല്ല. കാസർഗോഡ് ജില്ലയിലെ ദേളിവളപ്പിൽ ഇന്നലെ രാത്രിയുണ്ടായ സംഘട്ടനത്തിൽ 2 പേർക്ക് കുത്തേറ്റു. കാസർഗോഡിൽ നിന്നും തേളിക്കുന്നുപാറയിലേക്ക് കാളവണ്ടി സർവീസ് പുനരാരംഭിക്കും. ഈ മാസം 25-ാം തീയതി നടക്കാനിരുന്ന മൂടം ഫൈസലിന്റെ കല്യാണം മാറ്റിവെച്ചു. ദക്ഷിണാഫ്രിക്കയിൽ നടന്നുവരുന്ന ലോകകപ്പ് ഫുട്ബോൾ മത്സരം കാണാൻ പൊക്ലൻ ആഷിഖ് ഒരവങ്കരയിലെ മാമാന്റെ വീട്ടിലേക്ക് പോകും. കാസർഗോഡ് KSRTC ഡിപ്പോയിൽ നിന്ന് ദേളി ഭാഗത്തേക്കുള്ള ബസ് സർവീസ് കുറഞ്ഞതിനാൽ തീവണ്ടി സർവീസ് ഉടൻ ആരംഭിക്കും. വാർത്തകൾ വിശദമായി. ഇന്ന് രാവിലെ 6:30 ദേളി വഴി ചെമ്പരിക്കയിലേക്ക് പുറപ്പെടേണ്ട 3 മണൽ ലോറി കൂവത്തൊട്ടിയിൽ പോലീസ് ഉള്ളതിനാൽ സർവീസ് നടത്തിയില്ല. ദേളിവളപ്പിൽ ഇന്നലെ ഉണ്ടായ സംഘടനത്തിൽ 2 പേർക്ക് ഗുരുതരമായി പരിക്കേറ്റു. രാത്രി ഉറങ്ങിക്കിടക്കവെ മുഖംമൂടി ധരിച്ച 2 കൊതുകുകളാണ് ആക്രമിച്ചതെന്ന് ഹോസ്പിറ്റലിൽ കഴിയുന്ന അക്ബറും മൊയ്തീനും പറഞ്ഞു. ഈ മാസം 25-ാം തീയതി കുന്നുപാറയിലെ മഹ്മൂദാന്റെ മകൻ മൂടം ഫൈസലിന്റെ കല്യാണം കഴിഞ്ഞ മാസത്തേക്ക് നീട്ടിവച്ചതായി സംഘാടകർ അറിയിച്ചു. നെല്ലിക്കുന്ന് കടപ്പുറത്ത് ഒരു അജ്ഞാത ജഡം, അത് മതിയുടേതാണെന്ന് നാട്ടുകാർ സംശയം പ്രകടിപ്പിച്ചതിനാൽ വിദഗ്ധ പോസ്റ്റ്മോർട്ടത്തിനായി മേൽപ്പറമ്പ് KMC മത്സ്യ മാർക്കറ്റിലേക്ക് കൊണ്ടുപോയി. ഇന്ന് രാവിലെ പുലർച്ചെയായിരുന്നു ചത്ത ജഡത്തെ കണ്ടത്. ദേളി കുന്നുപാറയിൽ നിർമ്മാണം പൂർത്തിയായ വിമാനത്താവളം ഈ മാസം അവസാന വാരത്തിൽ വ്യവസായ, ആരോഗ്യ, കൃഷി, ഗതാഗത, റെയിൽവേ മത്സ്യമന്ത്രി ശ്രീമതി വിമല മുക്കോത്തി ഉദ്ഘാടനം ചെയ്യും. ഇന്ന് പുലർച്ചെ കോടിയെടുക്കത്ത് 3 കടകൾ കുത്തി തുറന്ന വിലപിടിപ്പുള്ള തൈര്, 5 പാക്കറ്റ് പാല്, 3 കുപ്പി മോര് എന്നിവ മോഷ്ടിച്ചു. മൊത്തം ഇന്ത്യൻ പണം ഏകദേശം 60 രൂപയുടെ സാധനങ്ങളാണ് കവർച്ച ചെയ്തതെന്ന് കള്ളന്മാർ വാർത്താലേഖകരോട് പറഞ്ഞു. ദേളിവളപ്പിലെ നിയാസ് ഓടിച്ചിരുന്ന ബൈക്ക് നിയന്ത്രണം വിട്ട് നടന്നു പോവുകയായിരുന്ന കാർത്തിയാനി എന്ന പൂച്ചക്കുട്ടിക്ക് സാരമായി ചെറിയ പരിക്കേറ്റു. സംഭവത്തിൽ പ്രതിഷേധിച്ച് ഓൾ കേരള പൂജ അസോസിയേഷൻ മിന്നൽ ഹർത്താൽ ആചരിച്ചു. ഇതൊരു താക്കീതാണെന്നും വേണ്ട സഹായം എത്രയും പെട്ടെന്ന് നൽകിയില്ലെങ്കിൽ നിയാസിന്റെ വീട്ടിലേക്ക് കൊണ്ടുവരുന്ന മത്സ്യങ്ങളെ തടയുമെന്ന് സംഘം പ്രസിഡന്റ് ശ്രീമതി പൂച്ചകുമാരി മുന്നറിയിപ്പ് നൽകി. ഇനി കാലാവസ്ഥയിലെ മത്സ്യവില. കാസർഗോഡും പരിസര പ്രദേശങ്ങളിലെയും മിക്ക മത്സ്യക്കടയിലും അയലയ്ക്ക് ഏറ്റവും കൂടിയ വില 50 രൂപയ്ക്ക് 2ഉം, ചീഞ്ഞ മത്തിക്ക് കുറഞ്ഞ വില 40 രൂപ. 3 ഡിഗ്രി ഐസിന്റെ വെള്ളം. കാലാവസ്ഥ പരിഗണിച്ച് മത്സ്യങ്ങളുടെ വില കുത്തനെ ഉയർത്തുമെന്നാണ് ഓൾ ഇന്ത്യ മത്സ്യവകുപ്പ് മന്ത്രി ശ്രീമതി ചിത്ര മുക്കോത്തി ഭീഷണിപ്പെടുത്തിയത്. ഇത് ജനങ്ങളെ രോഷാകുലരാക്കിയിട്ടുണ്ട്. ഇതോടുകൂടി ഈ വാർത്ത ഇവിടെ തീരുന്നില്ല. വീണ്ടും ഇതേ സമയം നാളേക്കും വരെ ഉറക്കം.